بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ലോകത്ത് പൊതുവെ മനുഷ്യരുടെ സങ്കല്പങ്ങളിൽ ചിത്രീകരിക്കപ്പെടുന്ന രണ്ട് വാക്കുകളാണ്. ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. സ്വർഗത്തിൽ വിശ്വസിച്ചില്ലേൽ പോലും സ്വർഗം എന്ന വാക്ക് പറയാതിരുന്നിട്ടില്ല ആരും. സ്വർഗത്തെക്കുറിച്ച് പലരും പലതും സങ്കല്പിച്ചു. അതുപോലെ തന്നെ നരകത്തെക്കുറിച്ച്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും യാതനകൾക്കും വേദനകൾക്കും നരകതുല്യം എന്നെങ്കിലും പറയും. നരകം എന്നത് പൊതുവെ എല്ലാവരും സങ്കല്പിച്ചിരിക്കുന്നത് ഒരു ദുർഘടമായ ജീവിതവും ക്ലേശകരമായ അവസ്ഥയും വേദനിക്കപ്പെടുന്ന സ്ഥിതിയും എന്നൊക്കെയാണ്. ആ ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് നരകത്തെ എല്ലാവരും വിലയിരുത്തിയിട്ടുള്ളത്. എന്നാൽ നരകത്തെക്കുറിച്ച് ഖുർആൻ മാത്രമല്ല പരാമർശിച്ചിട്ടുള്ളത്. ഓരോ വിശ്വാസശാസ്ത്രത്തിലും നരകം എന്ന് പറയുന്നതിനെ കുറിച്ച് അതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ എല്ലാ കാഴ്ചപ്പാടുകളിലും അതൊരു സുഖലോകമല്ല എന്നുള്ളത്, സുഖങ്ങളും സന്തോഷങ്ങളും കിട്ടുന്ന ഒരു ലോകമല്ല എന്നതിലെല്ലാവരും ഒറ്റ അഭിപ്രായക്കാരാണ്. അതിൽ മുസ്ലിങ്ങളും മുസ്ലിം അല്ലാത്തവരും ഒക്കെ ആ അഭിപ്രായത്തിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു സുഖം കിട്ടുന്ന സ്ഥലമാണെന്നും നരകം എന്ന് പറഞ്ഞാൽ അതൊരു ഇടങ്ങേറിൻ്റെയും വേദനയുടെയും സ്ഥലമാണെന്നൊക്കെ എല്ലാവരും അങ്ങനെയാ അതിനെക്കുറിച്ച് ധരിച്ചിട്ടുള്ളത്. ആമുഖമായി അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ പരിശുദ്ധ ഖുർആൻ എത്ര ഇടങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടെ വ്യത്യസ്തമായ അവതരണങ്ങളാ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ വ്യത്യസ്തമായ അവതരണത്തിന്റെ വളരെ വേദന തോന്നുന്ന പേടിയാവുന്ന രംഗങ്ങളെ ഒന്ന് അവലോകനം ചെയ്യാനാണ് നമ്മുടെ ഈ കുറഞ്ഞ സമയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമല് ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. ചിലർ പറയാറുണ്ട്, മുസ്ലിയാക്കന്മാരൊക്കെ നരകം പറഞ്ഞ ആളുകളെ പേടിപ്പിക്കലാണെന്ന്. പിന്നെ എന്ത് പറഞ്ഞാൽ പേടിപ്പിക്കേണ്ടത്? മുമ്പൊരിക്കൽ എന്നോട് ഒരു പള്ളിയിൽ പ്രഭാഷണത്തിന്റെ ഇടയിൽ ക്യാൻസർ രോഗ സംബന്ധമായിട്ട് എന്തെങ്കിലും വരുമ്പോൾ അങ്ങനെ പറയല്ലേ ഉസ്താദേ എന്ന് ഒരാൾ നിർദ്ദേശം വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ പേടിയാവാ. അതെയോ? അതിന് പകരം എന്താ പറയണ്ടത്? എന്തിനൊന്നും പറയണമല്ലോ. മറ്റേ അസുഖം എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, ഞങ്ങളുടെ നാട്ടിൽ മറ്റേ അസുഖം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തല്ലുള്ളൂ. അതുകൊണ്ട് അതിനാ നിശ്ചയിച്ച പേര് തന്നെ പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോ ഇങ്ങനെയാണെങ്കിൽ നരകത്തെ കുറിച്ച് പറയാൻ പറ്റുമോ? അതിനും പേടിക്കേണ്ട കാര്യമില്ലേ? ഖബറിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇസ്രായേലിനെ പറയാൻ പറ്റുമോ? ഒക്കെ പേടിയാവാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എന്താ പറയാനുള്ളത്? പണ്ടൊരു മദ്യപാനി പറഞ്ഞ പോലെ, അള്ളാനെ പേടിയാ അതാ ഞാൻ പള്ളിയിലേക്ക് വരാത്തത് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അള്ളാനെ പേടിയായതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരാത്തത്. നമ്മൾ അറിയേണ്ടതിനെയും പറയേണ്ടതിനെയും അറിയേണ്ട പോലെ അറിയവും പറയേണ്ട പോലെ പറയുകയും വേണം. അപ്പോഴാണ് ആ ഒരു ഭയം, ആ ഭയം വേണമല്ലോ. അത് നമുക്ക് നിർബന്ധമായിട്ടുണ്ടാവേണ്ട ഭയമാണ് നരകഭയം. നരകത്തിന്റെ 7 തട്ടുകളെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നരകം എന്ന് പറഞ്ഞാൽ 7 കവാടാണെന്ന. 7 കവാടത്തെ നമ്മുടെ മനസ്സിലുള്ള രൂപം പോലെ അല്ല എന്ന് പുണ്യനബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കരുണ നോക്കണേ. നരകത്തിന്റെ കവാടം പറഞ്ഞോടത്തെ 7 ഉള്ളൂ. സ്വർഗത്തിന്റെ കവാടം 8 ഒന്ന് കൂടുതൽ അവിടെയാ. കൂടുതലും എല്ലാരെയും വരവേൽക്കാൻ ഒരുക്കങ്ങളും സന്തോഷങ്ങളും അതിനുള്ള തീരുമാനങ്ങളും ഒക്കെ അവിടെയാ, സ്വർഗത്തിലാ. അള്ളാഹു തരട്ടെ, അള്ളാഹു സ്വർഗം തരട്ടെ. ഇബ്ലീസിനോട് അള്ളാഹു പറഞ്ഞു, ഇബ്ലീസുമായുള്ള സംഭാഷണത്തിൽ പറഞ്ഞു, നരകം നിന്റെ കൂടെ കൂടിയവർക്കുള്ളതാ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ വ ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ لها 7 أبواب لكل باب منهم
ജുസ്ഉം മഖ്സൂം. നരകത്തിന് 7 കവാടങ്ങളുണ്ടെന്ന് ഖുർആൻ. 7 കവാടങ്ങൾ. 7 കവാടം എന്നതിനെ കുറിച്ച് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി തന്റെ സാദുൽ മസീറിൽ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തി ഈ ആയത്തിന്റെ തഫ്സീറിൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്വാബു ജഹന്നം ലൈസത കഅബ്വാബികും ഹാദിഹി. നമ്മൾ സങ്കല്പിക്കുന്ന പോലെയുള്ള വാതിലുകളല്ല നരകത്തിൻ്റെത്. വലാകിന്നഹാ ഹകദാ വഹകദാ വഹകദാ ബഅ്ലുഹാ ഫൗഖ ബഅ്ൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് പറയുന്ന റാവി വിരലുകൾ കൊണ്ടും മുൻകൈയുടെ പേണി കൊണ്ടും ഇങ്ങനെ ഒടിച്ചും വളച്ചും ഒക്കെ കാണിച്ചു കൊടുത്തു. ഹകദാ ഹകദാ ഹകദാ. ഹദീസ് അങ്ങനെയാ പറഞ്ഞത്. നരകത്തിന്റെ കവാടങ്ങൾ നിങ്ങൾ കണക്ക് കൂട്ടിയ പോലെയല്ല. ഹകദാ ഹകദാ ഹകദാ. എന്താ അതിന്റെ അർത്ഥം? ഒന്നിന്റെ മുകളില് ഈ ഇഡലി ചെമ്പുണ്ടല്ലോ, അങ്ങനെയാണല്ലോ. എല്ലാ തട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാകാവും. പക്ഷെ എന്നാലും ഹകദാ ഹകദാ. അടിയിന്ന് തീയ, ഇത് മൊത്തവും തീയ, ഉള്ളിലും തീയ. അങ്ങനെയാണല്ലോ. ഹകദാ ഹകദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ സ്വഹാബത്ത് ഇതിനെ വ്യാഖ്യാനിച്ചു. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വ്യാഖ്യാനിച്ചു. ലഹാ സബ്അത്ത് അബ്വാബ്. ഏറ്റവും മുകളിൽ അവ്വലുഹാ ജഹന്നം. ഏറ്റവും മുകളിൽ ജഹന്നം. അത് കേട്ടിട്ടുണ്ടോ? ആ വാക്ക് മിക്കവാറും കേട്ടിട്ടുണ്ട്. ജഹന്നം. ഏറ്റവും മുകളിൽ ജഹന്നം. അതിന്റെ താഴെ ലല്ലാ. ലല്ലാ ലല്ലാ കേട്ടിട്ടില്ലേ? നരകത്തിന്റെ ഒരു പേരാണ്. അതിന്റെ താഴേക്ക് വരുമ്പോൾ ഹുതമ. 4-ാമത്തെ തട്ട് സഈർ. 5-ാമത്തെ തട്ട് സഖർ. 6-ാമത്തെ തട്ട് ജഹീം. 7-ാമത്തെ തട്ട് ഹാവിയ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഇത് ഒരു പ്രാവശ്യം കണ്ടാ പിന്നെ ചിരിക്കൂല. ഇത് ചിരിക്കാമായിരുന്നല്ലോ. സ്വർഗം ഉറപ്പുള്ള ആള് ചിരിച്ചില്ല. ഇതൊരു പ്രാവശ്യം കണ്ടുവന്നു സയ്യിദുനാ ജിബ്രീൽ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ജിബ്രീൽ വരുന്നത് വല്ലാത്ത ഭംഗിയിലാണ്, ഭയങ്കര സൗന്ദര്യത്തിലാണ് വരാ. നമ്മൾ മഞ്ഞ് കണങ്ങൾ പെയ്തിറങ്ങുന്ന ആ കാലഘട്ടത്തിലെ പുല്ലുകളുടെ തുമ്പിൽ ഒരു മഞ്ഞ് തുള്ളി ജലക്കണമായി വന്ന് നിന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആ പ്രഭാതത്തിന്റെ വെയിലടിക്കുമ്പോൾ അതിന് കിട്ടുന്നൊരു തിളക്കമുണ്ടല്ലോ, ഒന്ന് സങ്കല്പിച്ചു നോക്കാം. ഒരു ജലകണം, ഒരു മഞ്ഞ് കണം ഒരു ഇലയുടെ പുല്ലിന്റെ തുമ്പിൽ ഇങ്ങനെ വന്ന് തൂങ്ങി നിൽക്കുക, ഇപ്പൊ വീഴുന്ന രീതിയിൽ തുള്ളിയായി അതിലേക്ക് ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിന് കിട്ടുന്ന തിളക്കം ഏതുപോലെയോ അതുപോലെ തിളങ്ങുമായിരുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചീകി വെച്ച തലമുടി. എന്തൊരു സൗന്ദര്യം! ജിബ്രീലിന്റെ സൗന്ദര്യം വല്ലാത്ത സൗന്ദര്യമാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഹബീബ് പറഞ്ഞല്ലോ, 600 ചിറകോടുകൂടെ ഞാൻ ജിബ്രീലിനെ കണ്ടു. സ്വഹീഹ് മുസ്ലിം. 600 ചിറകിൽ ഓരോ ചിറകിന്റെയും അരികിൽ മുത്തും പവിഴവും മാണിക്യവും മരതകവും പ്രകാശം ചിതറിയ പോലെ. ഖാല റസൂലുള്ളാഹി. ഭയങ്കര ഭംഗി. ആ മഹാനായ മലക്കിന് സ്വർഗമുറപ്പാ. ഹബീബിന്റെ മുന്നിൽ വന്നപ്പോൾ അവിടുന്ന് കവിളിൽ 2 കറുത്ത അടയാളം കണ്ടു. കണ്ണുനീരൊലിച്ചിറങ്ങിയതിന്റെ കറ. എന്ത് പറ്റി എന്ന് ചോദിച്ചു. കണ്ണുനീരിന്റെ ചാലിൽ കറ പുരണ്ടു നബിയെ. എന്തിനാ നീ കരഞ്ഞത്? നരകം കണ്ടതിന്റെ പേരിലാ നബിയെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാൻ നരകം കണ്ടതിന് ശേഷം നരകം കണ്ട ശേഷം ഞാൻ ചിരിച്ചിട്ടില്ല നബിയെ. സയ്യിദുനാ ജിബ്രീൽ.
فقال النبي صلى الله عليه وسلم സൂറത്തുൽ ബഖറ ദുർറുൽ മൻസൂർ ജലാലുദ്ദീൻ സുയൂത്തി രേഖപ്പെടുത്തുന്നു فقال النبي صلى الله عليه وسلم ما لي لم أر ميكائيل لاحقا قط ഇന്നവരെ മീകായിൽ എന്ന മലക്കും ചിരിച്ചത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ജിബ്രീൽ. فقال جبريل ما ضحك ميكائيل منذ خلقت النار നരകം പടച്ചിട്ട് മീകായിലും ചിരിച്ചിട്ടില്ല. അത്രയും വലിയൊരു സ്ഥല. അല്ലാഹു സ്വർഗം തരട്ടെ. ഒന്നാമത്തെ തട്ട് ജഹന്നം, നരകത്തിന്റെ ഒന്നാമത്തെ തട്ട്. നമ്മൾ പറയാറുണ്ട് എപ്പോഴും ജഹന്നം എന്ന നരകത്തെ തൊട്ട് അല്ലേ. അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. നമ്മളിവിടെ 7 പേര് പറഞ്ഞു നരകത്തിൻ്റെത്. ഈ പേര് ഖുർആൻ ഓതുമ്പോൾ കണ്ടാൽ അവിടെ ഒന്ന് കരഞ്ഞോ, അത് പുണ്യമാ. അല്ലാഹു കാക്കട്ടെ. ഖുർആൻ ഓതുമ്പോൾ ഈ 7 പേര് കാണുമ്പോൾ അവിടെ കരഞ്ഞോളൂ. നരകത്തെ ഭയന്നുള്ള കരച്ചിലാ, കണ്ണുനീര് നമുക്ക് സ്വർഗത്തിന് കാരണമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടി പറയാം. ആ 7 പേരുകളിൽ ഒന്നാമത്തേത് ജഹന്നം, 2 ലള, 3 ഹുതമ, 4 സഈർ, 5 സഖർ, 6 ജഹീം, 7 ഹാവിയ. ഈ 7 പേര് ഖുർആൻ ഓതുമ്പോൾ കണ്ടാൽ അവിടെ കരഞ്ഞോ, ആ കരച്ചിലാർത്ഥമുള്ളതാ. ഒന്നാമത്തെ മുകളിലെ തട്ടായ ജഹീമിലേക്കാരാ, ജഹന്നമിലേക്കാരാ പോവാ എന്നറിയുമ്പോ മഹാനായ ലഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തൗഹീദിൽ വിശ്വസിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് മുസ്ലിമായി ജീവിച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് നന്നാവാതെ ചീത്തയായി മരിച്ചു പോകുന്നവരുണ്ടല്ലോ, നമ്മളൊക്കെ അതിലേക്ക് പോവേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഉച്ചരിച്ചിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ. അതിന്റെ പേരിലാ ഏറ്റവും മുകളിലാ. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവൻ ഈ നരകമോചനം കൊടുത്ത അല്ലാഹു സ്വർഗം കൊടുത്തേക്കാം. ഖാല റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നരകത്തിലേക്ക് പോവാതെ സ്വർഗത്തിൽ പോവാൻ. അപ്പൊ അവൻ സ്വർഗത്തിലേക്ക് വരുമ്പോൾ അവന്റെ ശരീരത്തിൽ നരകത്തിന്റെ പൊള്ളലിന്റെ അടയാളം കാണാം, കാണാം, കാണാം. അവൻ നരകവാസിയായിരുന്നു. അവൻ ആനുകൂല്യത്തിന്റെ ആ ഒരൊറ്റ സാഹചര്യം കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് കാലങ്ങൾ കുറെ കഴിഞ്ഞ് വൈകി വന്നവനെന്ന അടയാളം, അവനിൽ കരി പുരണ്ട അടയാളം കാണും, കാണും. ശഫീഉനാ റസൂലുള്ളാഹി. നാമത്തെ നരകത ധാര പോവാ. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. ഹബീബിന്റെ ചര്യയോട് എതിര് കാണിച്ച് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ സ്വഹാബികൾ ചെയ്ത വഴികളെ വലിച്ചെറിഞ്ഞ്, മനസ്സിലായില്ല? സ്വഹാബികൾ ചെയ്തത് പോരെ, ഇന്നത് പോരാ. സ്വഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തു. തറാവീഹ് 20 റക്അത്തിന്റെ ജമാഅത്തിനെ സ്ഥാപിച്ചു. ജുമുഅക്ക് മുമ്പ് ളുഹറിന്റെ ടൈമിൽ ഒരു വാങ്ക് വേണം. റസൂലുള്ളാഹിയുടെ കാലത്ത് അതില്ല. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കാലത്തില്ലാത്തത് അത് കൊണ്ടുവന്നു. ശിർക്കല്ലത്, അത് ബിദ്അത്ത് എന്ന് പറഞ്ഞു വലിച്ചെറിയേണ്ടതല്ലത്. മുസഹഫിന്റെ ഗ്രന്ഥ ക്രോഡീകരണം സ്വഹാബിയെ ചെയ്തത്. അവരെ പിൻപറ്റിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. നക്ഷത്ര തുല്യരായ എന്റെ സ്വഹാബ, അവരിൽ നിന്നും ഏതെങ്കിലും ഒരാളെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഹിദായത്ത് അവരിലൂടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാർക്ക് സ്വഹാബികൾ വേണ്ട,
ഈ ആയത്ത് എന്താ പറഞ്ഞത്? റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. ജനിച്ചപ്പോൾ ഹിദായത്തിന്റെ ഒരു വഴി കിട്ടി, എന്നിട്ടോ പിൽക്കാലത്ത് റസൂലിന്റെ ആശയങ്ങളോട് എതിരായി സ്വഹാബത്ത് കാണിച്ചതിന്റെ പുറത്തുള്ള വഴിക്ക് പോവുകയും ചെയ്തു. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവനാണ് നരകം എന്ന് ഖുർആൻ. അല്ലാഹു സ്വഹാബികളുടെ വഴിയിൽ നിർത്തട്ടെ. സ്വഹാബികളുടെ വഴി വല്ലാത്ത വഴിയാണ്. സ്വഹാബികളുടെ വഴിയിൽ നിർത്തി. സ്വഹാബികളുടെ വഴിയിൽ നിന്നാൽ ജഹന്നമിൽ പോവേണ്ടതില്ല. നീ കേട്ടോളൂ, ഇത് വിശ്വാസികൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പറ്റുന്ന അബദ്ധങ്ങളാ ജഹന്നമിലേക്കുള്ള ഒരുക്കം. ഇനി അടുത്ത ആയത്ത് കേട്ടോളൂ. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. നിർബന്ധമായ സക്കാത്ത് കൊടുക്കാതെ സ്വർണവും വെള്ളിയും സമ്പത്തും കൂട്ടം കൂട്ടമായി വെച്ചു. സദഖ കൊടുത്തില്ല. അള്ളാന്റെ മാർഗത്തിൽ ഉണ്ടായിട്ട് അർഹതപ്പെട്ടവന്റെ അവകാശം ദാനമായി ചെയ്തതേയില്ല. അവർ ചെല്ലേണ്ടത് ജഹന്നമാണെന്ന് ഖുർആൻ. ജഹന്നമാവട്ടെ അതിൽ തീയിട്ടിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും, കത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ അകത്തേക്ക് ചെല്ലുന്നവന്റെ ഉള്ളും പുറവും തീയായിരിക്കും. ഉള്ളും പുറവും തീയാവാ. ഈ കശുവണ്ടി ഉണ്ടല്ലോ, അത് പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഓർമ്മയുണ്ടാവും. എന്റെയൊക്കെ ചെറുപ്പത്തില് അത് തീയിലിട്ടിട്ട് ഇങ്ങനെ കനൽ കട്ടയിലിട്ട് എടുത്തിട്ട് അതിങ്ങനെ ഒരു ചീറലാതെ ഒരു വെള്ളം വരലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ഒന്നങ്ങോട്ട് അത് തീയിലിങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ ഉള്ളു കാണാം. അതിൻ്റെ അകത്തേക്ക് ഒരുപാട് കരിഞ്ഞു പോണേണെങ്കിൽ അതിന്റെ ഉള്ളിലും ആകെ പോവുന്നത്. ഈ അരിവാള് കാച്ചിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒലയിലിട്ട് ഇങ്ങനെ കാഞ്ഞെടുക്കുമ്പോ അരിവാളിന്റെ പുറത്തും തീയാണ്, ഉള്ളിലും തീയാണ്. ജഹന്നമിലേക്ക് കയറിയ ഏത് നരകത്ത് കയറിയാലും അങ്ങനെ തന്നെയാണ്. ഉള്ളും പുറവും തീയായിരിക്കും. തീ അങ്ങോട്ട് പിടിക്കും, പുറത്തല്ല, ഉള്ളും പുറവും. അള്ളാഹു കാക്കട്ടെ. ഈ ജഹന്നമിനെ തൊട്ട് കാവൽ തേടേണ്ട ഒരു ദുആ ഉണ്ട് കേട്ടോ. മുഅ്മിനാണ് ഈ ദുആ ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇബാദുർ റഹ്മാൻ الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഭൂമിയിലൂടെ മണ്ണിനെ വേദനിപ്പിക്കാതെ വിനയത്തോടുകൂടെ നടക്കും. അള്ളാഹു ഇതിൽപ്പെടുത്തട്ടെ. അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടെ നടക്കും. ഞാൻ ഓർക്കും എൻ്റെ പ്രിയപ്പെട്ട ശൈഖുന എരമംഗലം മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു ഖബർ വിളിച്ചാക്കട്ടെ. ഉസ്താദ് ഇങ്ങനെ സുനൻ അബീ ദാവൂദ ഞങ്ങൾക്ക് എടുത്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് സ്വഹീഹ് മുസ്ലിമും ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ പോണ കണ്ടല്ലോ പഠിച്ചോനെ, ഉറുമ്പുകൾ പോലും മാറിക്കൊടുക്കും. ഇങ്ങനെ കൈ പോലും വിസാദം ഇങ്ങനെ കീപ്പോട്ട് നോക്കി പതുക്കെ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നടന്നു പോയത് കണ്ടവർക്ക് അതൊരു ഓർമ്മയാ. അതിങ്ങനെ പതുക്കെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്റെ നടത്തം തന്നെ കണ്ടാൽ അറിയാം. നീ കേട്ടോളൂ. വിവരമില്ലാത്തവൻ, ക്വാളിറ്റി ഇല്ലാത്തത് പറയാൻ വരുമ്പോ തടി സലാമത്താക്കി അവനെ ഒഴിവാക്കി വിടും. വേഗം തന്നെ അവനായിട്ടുള്ള വർത്തമാനങ്ങൾ ശുഷ്കമാക്കി വേഗം പറഞ്ഞയക്കും. തടി സലാമത്താക്കും, സലാം പറഞ്ഞവൻ അവസാനിപ്പിക്കും, പിണക്കൂല.
അതിനായിട്ട് പിണങ്ങി നമ്മളെ ഒരുപാട് നിലവാരം താന്ന് പോകേണ്ടി വരും. അതുപോലെ തന്നെ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, രാത്രി ഹയാത്താക്കി നിസ്കരിച്ചിരുന്നവരാണവർ. നീ കേട്ടോളൂ, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഈ പറയപ്പെട്ട ഗുണങ്ങളിൽ ഈ ഈമാന്റെ നിറകുടങ്ങളായി മുഅ്മിനീങ്ങൾ പിന്നെ ചെയ്തത് ഒരു ദുആയാണ്. ഭൂമിയിലൂടെ മെല്ലെ മെല്ലെ നടക്കുന്ന വിനയാന്വിതർ, അതുപോലെ തന്നെ രാവ് ഹയാത്താക്കി നിസ്കരിച്ചു തീർത്തവർ, വിവരമില്ലാത്തവനുമായി സംഗമിക്കുമ്പോൾ സംവദിക്കുമ്പോൾ തടി സലാമത്താക്കി അവനെ പിണക്കാതെ നല്ല വാക്കിന് പറഞ്ഞയക്കുന്നവർ, അവനായിട്ട് വഴക്കിനും തർക്കത്തിനും പോവാത്തവർ. അതോടൊപ്പം മഹത്തായ ഈ നിലവാരം പറഞ്ഞ കൂട്ടത്തിൽ പിന്നെ പറഞ്ഞു ഒരു ദുആ അവർ പ്രത്യേകം ചെയ്യുന്നവരുമാണ്. ആ ദുആ കേട്ടോളൂ, വല്ലദീന യഖൂലൂൻ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹു ആ ദുആ കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുന്നവരിൽ പെടുത്തട്ടെ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നം എന്ന നരകത്തിന്റെ അദാബിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ. ഇന്ന അദാബഹാ കാന ഗറാമ, വിടാതെ പിടികൂടുന്ന അദാബ ജഹന്നമിന്റെ അദാബ്. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ, ഒരാൾക്ക് ജഹന്നമാണ് പാർക്കാൻ കിട്ടുന്നതെങ്കിൽ ഇത്ര വൃത്തികെട്ട സ്ഥലം വേറെയില്ല. അല്ലാഹ് അവിടേക്ക് ഞങ്ങളെ പെടുത്തല്ലേ എന്ന് സദാ ദുആ ചെയ്യും. ഈ ദുആ നമുക്ക് സൂറത്തുൽ ഫുർഖാനിന്റെ 66-ാമത്തെ ആയത്തിൽ കാണാം. അല്ലാഹു കാക്കട്ടെ. ജഹന്ന പറഞ്ഞത് ഒന്നാമത്തെ തട്ട് കേട്ടോ. ذلكم بما كنتم تفرحون في الأرض بغير الحق وبما كنتم تمرحون ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. പിന്നെയും പറഞ്ഞു ജഹന്നമിനെ പറ്റി, അമിതമായി സെലിബ്രേറ്റിംഗ് നടത്തുന്നവർ ഭൂമിയിൽ. ഏതിനാ പാടലും തുള്ളലും ഇല്ലാത്ത പരിപാടി? ഞാനിങ്ങനെ കൂലങ്കശമായി ആലോചിച്ചുകൊണ്ടിരിക്കാം, മഹലിൽ നിക്കാഹുകളൊക്കെ പള്ളിക്കകത്തേക്ക് ഉണ്ടെന്നാലോ. ഇൻഷാ അല്ലാഹ് വൈകാതെ അത് ചെയ്യാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെ പറ്റിയൊരു നല്ല കമ്മിറ്റിയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. നിക്കാഹിന്റെ സദസ്സില് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ട് പോവൽ ഹറാം. വാദ്യോപകരണങ്ങൾ നിക്കാഹ് തന്നെയല്ല, വാദ്യോപകരണങ്ങളുടെ ഉപയോഗമുള്ള സദസ്സിലേക്ക് ക്ഷണിച്ചാലില്ലല്ലോ അങ്ങോട്ട് പോകൽ ഹറാം. അപ്പൊ പിന്നെ അത് ഉപയോഗിക്കുന്നതിന്റെ ഹറാമിയത്ത് പറയേണ്ടതില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കണം, തൃപ്തിയോടുകൂടെ നമ്മൾ കൊടുക്കും. എവിടെ ഇരുത്തിയാ കൊടുക്കുക? ഏറ്റവും ആദരണീയമായ സ്ഥലത്ത്. ഭക്ഷണം പോലെ 10-20 കൊല്ലം വളർത്തിയ ഒരു മോളെ ജീവിതം മൊത്തം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ഒരാൾക്ക്. എവിടെ വെച്ചോ കൊടുക്കേണ്ടത്? ഒരു മൂത്രപ്പുരയിൽ വെച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റും? ഒരു മലീമസമായ പൈശാചിക സാന്നിധ്യത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റും? എന്റെ മോളെ ഞാൻ കൊടുക്കുന്നത് നല്ല ബർക്കത്തുള്ള സ്ഥലത്താ. അവിടെ ഒരു ദുആ ഉണ്ട്. ഏത് ദുആ? اللهم ألف بين هذين الزوجين كما ألفت بين نبيك آدم عليه السلام وحواء رضي الله عنه. അർത്ഥം ഇനി പറയണ്ടല്ലോ. അവർക്ക് രണ്ടുപേർക്കും കിട്ടിയ ഇണക്കം, ആ സന്തോഷം തല്ലുകൂടിയിട്ടില്ലേ? കയ്യിൽ നിന്നും ആൻഡ്രോയിഡ് ഫോൺ താഴെ വീണ് പൊട്ടിയാൽ വഴക്ക് പറയുന്ന ഭർത്താവല്ലാതെ നബി സ്വർഗം എന്ന സൗഭാഗ്യം പ്രിയപ്പെട്ടവളുടെ നിർബന്ധിതമായ ആ അബദ്ധത്താൽ നഷ്ടപ്പെട്ടിട്ടും ഒരു ചീത്ത പോലും പറഞ്ഞിട്ടില്ല. അവർക്ക് ഉണ്ടായ ആ പ്രണയം എന്റെ മോൾക്കും എന്റെ മരുമോനും കൊടുക്കണമെന്ന് ഇവിടെ വാപ്പ ആമീൻ പറയാം, ഉസ്താദ് ദ്വാരക്ക. അത് കഴിഞ്ഞിട്ട് വേണം മൂത്താപ്പാന്റെയും മൂത്തുമാന്റെയും ബ്രേക്ക് ഡാൻസ് ഇത് കഴിഞ്ഞിട്ട്. എപ്പോ? നിക്കാഹ് കഴിഞ്ഞിട്ട്. എന്തൊക്കെ ഇടപാടുകളാണ് നടക്കണമെന്ന് ഓർത്താൽ സത്യത്തിൽ നമ്മളൊന്നും കാണണല്ലോ കേട്ടോ. ഇതൊക്കെ ഉണ്ടെന്ന് ഇന്നാൾ ഒരാൾ പറഞ്ഞപ്പോഴാണ് ശരിക്കും അതിനെപ്പറ്റി ആലോചിക്കുന്നത്.
അങ്ങനത്തെ സദസ്സുകളിൽ നിന്നും. അപ്പൊ എന്തിനാണിത് പറഞ്ഞത്? നമ്മൾ നമ്മുടെ പള്ളികളിൽ നിക്കാഹുകൾ കൊണ്ടുവരണം. എന്തുകൊണ്ട്? അങ്ങനെ അനുഗ്രഹീതമായ ഒരു സ്ഥലത്തിൽ വെച്ച് നമുക്ക് നമ്മുടെ മക്കളുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കണം. ഒരു ബർക്കത്താണിത്. 40 പേര് നല്ല മനുഷ്യന്മാരെ ആമീൻ പറയുന്ന സ്ഥലമായിരിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന സെലിബ്രേഷനിൽ ഒരാത്മീയമായ ബോധമുണ്ടെങ്കിൽ അതിൽ പാടില്ലാത്തതൊന്നും നടക്കൂല. കുപ്പി പൊട്ടിക്കാത്ത കല്യാണമൊന്നും ഇപ്പൊ ഇല്ല ഉസ്താദേ എന്ന് പണ്ടാരോ പറഞ്ഞത് എനിക്ക് ഓർക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. ഒരു സെലിബ്രേഷന് തന്നെ മതപരമായ കാഴ്ചപ്പാടിന് പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ വലിച്ചഴിച്ചതിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ഒരുപാട് സമാധാനം പറയേണ്ടി വരും. ജഹന്നം എന്ന നരകത്തിലേക്ക് പോയത് നിങ്ങൾ അനാവശ്യമായ സെലിബ്രേഷൻ നടത്തിയതിന്റെ പേരിലാണ്. നരകത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ തട്ടായ ജഹന്നമിലേക്ക് പോകുന്നത് ഇസ്ലാം മത വിശ്വാസത്തിൽ ഉണ്ടായിരുന്നവരാ. ഞാൻ പറഞ്ഞാ തുടങ്ങിയത് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ അങ്ങോട്ട് പോവണേ, അനാവശ്യമായ സെലിബ്രേഷൻ അത് ഉണ്ടായതിന്റെ പേരിൽ നിങ്ങൾ ജഹന്നമിലേക്ക് കേറിക്കോ. ഫബിഅസ മസ്വൽ മുതകബ്ബിരീൻ. പാർക്കാൻ കിട്ടിയ വീടിൽ ഏറ്റവും വൃത്തികെട്ട വീട് ഈ വീടാ ഖുർആൻ. അപ്പൊ ജഹന്നം ഒന്നാമത്തെ ഭാഗം ജഹന്നം. ഇനി രണ്ടാമത്തേത് ലള. കേൾക്കൽ കുറവാണ്. ലള എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ആളിപ്പടരണ തീയാണ്. ആളിപ്പടരണ തീയാ ലള. ഖുർആൻ പറഞ്ഞതാ. ലള കേട്ടോളൂ. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅ ثم ينجي كلا إنها لظى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى. പരിശുദ്ധ ഖുർആൻ പേടിയാവാ. സൂറത്തുൽ മആരിജ് എന്താ പറഞ്ഞത്? യുബസ്സറൂനഹും. ഈ ലളാ എന്ന് പറഞ്ഞോടത്ത് കിടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളും പുറവും തീക്കനലിങ്ങനെ ആളിപ്പടർന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ മുഖത്ത് ആരെങ്കിലും കരി തേച്ചാൽ അത് ഞാൻ കാണുന്നില്ല, കണ്ണാടി നോക്കണവരെ. അതുപോലെ മറ്റൊരാളുടെ മുഖത്ത് അതുപോലെ കരി തേച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കാണുന്നില്ല, അത് പക്ഷെ എനിക്ക് കാണാം. എന്റെ ശരീരത്തിന്റെ ഉള്ളും പുറവും ഇപ്പൊ തീയാ തിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിറകിന്റെ കനമുള്ള ഭാഗത്ത് തീയ പിടിച്ച പോലെ പുറത്തുണ്ട് അകത്തുണ്ട്. അങ്ങനെ കനൽ കട്ട കത്തി നിൽക്കുന്ന പോലെ അതിന്റെ ഇടയിൽ ഹൃദയം സ്പന്ദിക്കുന്നത് കാണാം, കണ്ണ് ചിമ്മുന്നത് കാണാം, വൃക്ക പ്രവർത്തിക്കുന്നത് കാണാം, രക്തം സഞ്ചരിക്കുന്നത് കാണാം. ആളിപ്പടരുന്ന ഒരു തിരമാലയുടെ ഗർജനം പോലെ ലളാ എന്ന നരകം അല്ലാഹു കാക്കട്ടെ. കേട്ടോളൂ. ഈ ലളയുടെ അതിതീവ്രമായ ചൂടിൽ യവദ്ദുൽ മുജ്രിം, കുറ്റകൃത്യം ചെയ്തവൻ അതിന്റെ അകത്ത് കിടക്കാണ്. അവൻ ആശിച്ചു പോവും. ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. എന്തെങ്കിലും കൊടുത്തിട്ട് എന്റെ ശരീരത്തെ ഇതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ പൊന്നുമോനെ ഇവിടെ കൊടുക്കുമായിരുന്നേ. അങ്ങനെ ആയത്ത്. എന്റെ മക്കൾക്ക് വേണ്ടി ഞാനിത് അനുഭവിക്കുന്നു. അങ്ങനെ പറയുന്ന വാപ്പ ലളയിൽ ഉണ്ടെങ്കിൽ ആ വാപ്പ പറയും, എന്നെ ഒന്ന് പുറത്തേക്ക് വിട്ടാൽ എന്റെ പകരം ഇവിടെ കത്തിക്കാൻ എന്റെ പൊന്നുമോനെ ഞാൻ തന്നേക്കാം.
മോനെ പറ്റൂലെങ്കിൽ വസ്വാഹിബത്തിഹി, എന്റെ ഭാര്യനെ തന്നേക്കാം, അല്ലെങ്കിൽ ഭാര്യയാണ് പറയും ഞാൻ എന്റെ ഭർത്താവിനെ തന്നേക്കാം. വഅഖീ, എന്റെ കൂടപ്പിറപ്പിനെ ഞാൻ തന്നേക്കാം. ഫസീലത്തിഹില്ലത്തി തുവി, ഇല്ലായ്മകളിലും എന്റെ ഇല്ലായ്മകളിലും എന്റെ ദാരിദ്ര്യത്തിലും എന്റെ ഏറ്റവും വിഷമഘട്ടത്തിലും എന്നെ ചേർത്ത് പിടിച്ച എന്റെ കുടുംബക്കാരുണ്ട്, അവരെ ഞാൻ തന്നേക്കാം. എന്നെ തനിച്ചേ ഒന്ന് പുറത്തേക്ക് വിട്ടോ, ഭൂമിയിൽ ജീവിച്ച മുഴുവൻ ആളുകളെയും ഇവിടെ എനിക്ക് പകരം തരാൻ പറ്റിയാൽ അവരെ മുഴുവനും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തന്നേക്കാം. എന്നെ ഒന്ന് പുറത്തേക്ക് വിടുമോ? അല്ല പറയും ഖല്ല, വേണ്ടടോ, ഇല്ലടോ. ഇന്നഹാ ലലാ, നീ കിടക്കുന്ന നരകത്തിന്റെ പേര് ലലാ 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 എന്ന, നീ ഇത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ലലയുടെ പ്രത്യേകത നസാഅത്തുൽ ശബാ, ലലയിലെ തീ ആദ്യം പിടിക്കുന്നത് തലയുടെ തൊലി ഉരിഞ്ഞെടുത്തുകൊണ്ടാ. ലല എന്ന നരകത്തിന്റെ തീ ആദ്യം പിടിക്കുന്നത് നമ്മുടെ തലയോട്ടീന, തലമുടിയിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. ലലയുടെ തീ സ്പെഷ്യലാണ് തലക്ക്. അവിടെ തീയിലേക്ക് ഇങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുവരുമ്പോ തിരിഞ്ഞോടുമല്ലോ, അത് മനുഷ്യ സഹജമല്ലേ? അങ്ങനെ വരുമ്പോൾ ആ നരകത്തിന്റെ ലല എന്ന നരകത്തിന്റെ പ്രത്യേകത, അതിന്റെ നടുവിലേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുവരുന്ന ഒരു കാന്തിക ശക്തി ആ നരകത്തിന് സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്നു എന്ന് ഖുർആൻ. തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫൗആ, നടുവിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും. പണ്ട് നെല്ല് കുത്താൻ പോയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പൊ ഒരു സാധനം ഉണ്ട്, എന്ത് നെല്ല് കുത്തണ, നെല്ല് ചുരിഞ്ഞിരുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് ആ മുകളിലുള്ള ഒന്ന് തൂത്തിടണ്ട, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോ തന്നെ താഴേക്ക് ഊർന്നൂർന്നു വരും. അങ്ങനെയാ, അതുപോലെ അങ്ങനെ തൂത്ത് കൊണ്ടുവരും. എന്നിട്ടോ ജമഅ, അത് സ്വരൂപിക്കും, സംഘടിപ്പിക്കും, ഒരുമിച്ച് കൂട്ടും, കൂട്ടം കൂട്ടമായി ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. എന്നിട്ടോ പുറത്തു പോവാതെ അവിടെ കവചം കൊണ്ട് കെട്ടിയിടപ്പെടും. അങ്ങനത്തെ ഒരു നരകമാ ലലാ എന്ന് ഖുർആൻ. ഈ ലലയെ കുറിച്ച് വേറെ കേട്ടിട്ടുണ്ടാവൂലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകല്ലബ ബിൽ ഹുസ്നാ فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى فإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى. അല്ലാഹു ഒഴിവാക്കട്ടെ, അല്ലാഹു അതിനെ ഒഴിവാക്കി തരട്ടെ. അല്ലദീ കല്ലബ വതവല്ല, പരിശുദ്ധ ഖുർആൻ. ദീനിന്റെ കാര്യത്തിന് ഉണ്ടായിട്ട് കൊടുക്കാൻ പിശുക്ക് കാണിച്ചവൻ, വസ്തഗ്ന, താനൊരു മുതലാളിയാണെന്ന് സ്വയം നടിച്ചവൻ, വകല്ലബ ബിൽ ഹുസ്ന, സദുപദേശം ദീനിന്റെ പേരിൽ കൊടുത്തപ്പോ അതൊക്കെ മൊയിലാർക്ക് പിരാന്ത, വെറുതെ പറയുന്നതാ. ഇങ്ങനൊന്നുമില്ലോടോ, അങ്ങനുണ്ട്. കുറച്ചൊക്കെ പണം വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു നിരീശ്വരവാദവും ഒരു യുക്തിവാദവും കടന്നു വരുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഒരു പൊന്നുമോളുടെ പേരെന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ ഒളു എടുത്തിട്ട് വേണം ആ പേര് പറയാൻ. ഞാൻ ചോദിച്ചു, എന്തുട്ടാ പേര്? ഒളു എടുത്തിട്ട് പറയാൻ പറ്റിയ പേരെന്താ? ഖദീജത്തുൽ കുബ്ര. ആരാണ്ടൊക്കെ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെ എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ അല്ലാഹ് എന്ന ചിന്ത അകന്നു പോവാൻ ഫാത്തിമത്ത് സഹ്റ എന്ന പേര്, ഖദീജത്തുൽ കുബ്ര എന്ന പേര്, മുഹമ്മദ് അബീ ബക്കർ എന്ന പേര്, മുഹമ്മദ് അബൂബക്കർ എന്ന പേര്, എത്രയെത്ര മനോഹരമായ പേരുകൾ. പക്ഷേ യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനും കൂട്ടുനിൽക്കുന്ന എത്രയെത്ര സംഘങ്ങളും സംഘടനകളും എത്രയെത്ര കൂട്ടായ്മകൾ അതിനു വേണ്ടി. അങ്ങനെയുള്ളവർ
എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എക്സ് മുസ്ലിം എന്ന പോലെ എക്സ് ഹിന്ദു? ഇല്ല. നിരീശ്വരവാദികൾ മുഴുവനും, നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ലാത്തവർ എന്നല്ല അതിനർത്ഥം, ഒരു മതമില്ലാത്തവരാണ്. പക്ഷെ അവരാകെ വിമർശിക്കുന്ന ഇസ്ലാമിനെ മാത്രമേ. അങ്ങനെ വരുന്നോടത്ത് ലല ഉണ്ടോ? ലല അവർക്കുള്ളതാ. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ ഇന്ന അലൈനാ ലൽ ഹുദാ. അല്ലാഹ് വിചാരിച്ചാൽ നന്നാവും, ഹിദായത്ത് കിട്ടൂ. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ആഖിറവും ദുനിയാവും അല്ലാഹുവിന്റെ അധികാരത്തിലുള്ളത്. അല്ലാഹു ഹിദായത്ത് തരട്ടെ. ഫഅൻദർതുകും, അങ്ങനെയുള്ളവർക്ക് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നാറൻ, ഒരു നരകം, തലല്ലാ, ആളിപ്പടരുന്ന നരകം. അല്ലാഹു കാക്കട്ടെ. അത് ലല്ലയാണ്. തലല്ലാ, ലല്ലാ. ലാ യസ്ലഹാ ഇല്ലൽ അഷ്ഖാ. ഏറ്റവും പരാജയപ്പെട്ടവൻ അവിടെ കേറൂ. അല്ലാഹു അതിൽ പെടുത്താതിരിക്കട്ടെ. രണ്ട് നരക പറഞ്ഞത്. ഒന്ന് ജഹന്നം, രണ്ട് ലല്ലാ. നരകം ഒന്ന് ജഹന്നം, രണ്ട് ലലാ, മൂന്ന് ഹുതമ. മൂന്ന് ഹുതമ. ഹുതമ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. ഹുതമ, ഹുതമ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ الذي جمع مالا وعددا يحسب أن ماله أخلدا كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. കുത്തുവാക്ക് പറയുന്ന ആളുകളുണ്ട്. കൊള്ളിച്ചു പറയുന്നവൻ വലിയ പാപമാണത്. അവർക്ക് വേണ്ടി അല്ലാഹു വൈൽ എന്ന നരകം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നരകത്തിലുള്ള സർവനാശവും അവന്റെ തലയിൽ വീഴാനുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. ഈ ആയത്തുകൾ അവതരിക്കുന്നത് വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള അള്ളാന്റെ ഹബീബിനോട് ഒരുപാട് ശണ്ട കൂടാൻ ശ്രമിച്ചിരുന്ന അബൂജഹലിനെ പോലെയുള്ളവരെ പറ്റിയാ പറഞ്ഞത്. പണം കൊണ്ട് അള്ളാന്റെ ഹബീബിനെ വിലക്ക് വാങ്ങാൻ അവർ ശ്രമിച്ചു. ദീനിലേക്ക് വരുന്നവരെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. അല്ലാഹു അവരെ ഹുതമയിൽ ഇടും. ഹുതമയിലിടും. കുത്തുവാക്ക് പറയുന്നവർ, ദീനിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ സമ്പത്ത് ചെലവ് ചെയ്തവർ, അവരെ ഹുതമയിലിടും. ഹുതമ എന്നുള്ള വാക്ക് കേട്ടപ്പോ ആദ്യമായിട്ട് ഖുർആനിൽ ഇങ്ങനെ ഹുതമ എന്നൊരു പ്രയോഗം പോലെ. നബിയെ അറിയുമോ ഹുതമ എന്ന് പറഞ്ഞാൽ എന്താ? വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? നാറുല്ലാഹ്, അള്ളാന്റെ നരകമാതൽ മൂഖദ, അതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കാം. ചായക്കടയില് വെള്ളം ഇങ്ങനെ തിളച്ചു കഴിഞ്ഞ് ഓഫ് ചെയ്യൂല, എന്ത് ചെയ്യും? പിന്നെ ഇങ്ങനെ ചെറുതായിട്ട്. പണ്ട് അറക്കപ്പൊടിയുടെ അടുപ്പായിരുന്നു. അറക്കപ്പൊടിയുടെ മറ്റേ കോല് നടുക്ക് വെച്ചിട്ട് അറക്കപ്പൊടി ഇട്ടിട്ട് ഒരു അടിക്കിടം കൊടുത്തിട്ട് ഇങ്ങനെ ചവിട്ടി 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 ഇങ്ങനെ ഒരടപ്പ്, അതിൽ തീ കൂട്ടിയ ആൾക്കാരുടെ ഒന്ന് കൈ നോക്കാവാ. അത് കണ്ടവരുണ്ടാവും. ഇപ്പോഴും ഉണ്ടത്. പഠിച്ചവനെ, അറക്കപ്പൊടിയുടെ അടുപ്പ് അല്ലേ? അതിലിങ്ങനെ തീ ചായക്കടയിലൊക്കെ ചിലപ്പോ ഉണ്ടാവും. അതിലങ്ങനെ പതുക്കെ പതുക്കെ നിന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞ പോലെ ഈ പറയപ്പെട്ട നരകമുണ്ടല്ലോ, അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കാണ്. നാറുല്ലാഹിൽ മൂഖദ. അതിങ്ങനെ അത് അണയൂലേ, അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്ക. അത് കത്തി ആദ്യം കത്തിച്ചത് 1000 കൊല്ലം. 1000 കൊല്ലം കത്തിച്ചു കഴിഞ്ഞപ്പോ 1000 കൊല്ലം വെറുതെ. ഇപ്പൊ നമ്മുടെ പള്ളിയിലെ ജുമഴക്ക് നമ്മുടെ പള്ളിയിലുള്ള വലിയ ഹോള് നിറയെ തണുപ്പ് കിട്ടണമെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ്, ബാങ്കിന്റെ 15 മിനിറ്റ് മുമ്പെങ്കിലും AC ഓണാക്കി ഇടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു തണുപ്പ് കിട്ടും. ആള് വന്നതിന് മുമ്പേ ഓണാക്കാനാണ് മുക്രിക്കാനോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താവും? നേരത്തെ ഓണാക്കിയിടും. ഇത് ആള് വന്നതിന് മുമ്പ് അവിടെ കത്തിക്കൽ തുടങ്ങി. എവിടെ? നരകം നേരത്തെ കത്തിച്ചു തുടങ്ങി. 1000 കൊല്ലം കത്തിച്ചു.
1000 കൊല്ലം പൂർണ്ണമാവണം അന്ന് ആ തീയിന്റെ നിറം കടും ചുവപ്പ്. സമയമുണ്ട് ഞാൻ പിന്നത് പറയും. കടും ചുവപ്പ്, കത്തി കത്തി കടും ചുവപ്പ്, കടും ചുവപ്പ്. നമ്മള് ഈ കാശ്മീരി ചില്ലി വെച്ചിട്ട് മീൻ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കിട്ടും അല്ലേ? മനസ്സിലായില്ല? ഈ അൽഫാമിലൊക്കെ തൂക്കണ സാധനം അത് കാശ്മീരി ചില്ലി പൊടി ഉണ്ടല്ലോ, മറ്റേ അങ്ങനെയല്ലേ പറയുന്നത്. ആ കുറച്ചുപേരോടും കത്തിച്ചെന്തായിരിക്കും അടുത്ത കളറ്? കറുപ്പാവും അല്ലേ? അങ്ങനെ കളറ് മാറും. തീ ചൂടാണ് കൂടിക്കഴിഞ്ഞാൽ എന്താവും? കളറ് മാറും. ചുവപ്പ് അങ്ങോട്ട് കളറ് കൂടിയിട്ട് പിന്നെ വെള്ള, പിന്നെ കടുപ്പം അങ്ങ് കൂടിയിട്ട് പിന്നെ കറുപ്പ്. ഇപ്പോ ഇരുൾ മുറ്റിയ രാവ് പോലെ വെള്ളയും ചുവപ്പും അവസാനം കറുപ്പ്. കറുത്തിരുണ്ടായിരിക്കാം. നരകത്തിന്റെ തീയിന്റെ ഒരു അംശം ഭൂമിയിൽ ഉപയോഗിക്കുന്ന തീ. ഒരംശം എന്ന് വെച്ചാൽ ഒരംശമല്ല കേട്ടോ, എത്രയോ സമുദ്രങ്ങളിൽ വെച്ച് അത് മുക്കി 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 അതിന്റെ വീര്യം കളഞ്ഞിട്ട് അതിന്റെ പേക്ക് തീ എത്തിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തു. അതിന്റെ അംശ. അതുകൊണ്ട് ആ ഒരു അടയാളമൊക്കെ അവിടെ ഉണ്ടാവും. നല്ല വെളുത്ത അലുമിനിയക്കല അടുപ്പിന്റെ മുകളിൽ വെച്ചാ തീയിന്റെ ഏറ്റവും അവസാന ഭാഗം കൊള്ളുന്നത് എവിടെ? ഈ കലത്തില്. ആദ്യ ഭാഗം അടിയില. അതെന്താ? ചുവപ്പ്. പിന്നെ അതിന്റെ മുകളില് വെള്ള. അതിന്റെ മുകളില് ഒരു തീ കത്തിച്ചു നോക്ക്, കറുപ്പ്. അതുകൊണ്ട് ആ കലത്തില് കരിവിരലാണ്. ഈ രീതിയിൽ അവസാനം കറുപ്പില നരകം നിൽക്കുക. അതിങ്ങനെ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നാറുല്ലാഹിൽ മൂഖദ, അത് കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൽ കിടക്കുന്ന ആളുകൾ അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ, ആള് ഹൃദയം സ്പന്ദിക്കുന്നത് പുറത്തുനിന്ന് ഇങ്ങനെ കാണാം. ആ പൾസിന്റെ ചലനം കാണാൻ പറ്റും എന്ന് ഖുർആൻ. ഇന്നഹാ അലൈഹിം മുഅ്സദ, അത് അവരിലേക്ക് വാരി വാരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവരെങ്ങനെയാ? ഫീ അമദിൻ മുമദ്ദദ, നീളമുള്ള ഒരു കുഴലിന്റെ അകത്താ. ഈ ഹുത്തമ എന്ന് പറയുന്ന നരകം എങ്ങനെയാ? നീളമുള്ള ഒരു കുഴല്. നമ്മുടെ സഹോദരിമാര് പുട്ടുപൊടി നിറയ്ക്കുന്ന പോലെ ആദ്യം ചില്ലിടും, പിന്നെ കുറച്ച് തേങ്ങയിടും, പിന്നെ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വാരി വാരി ഇടുന്ന പോലെ. അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ, മുകളിലേക്ക് ഇങ്ങനെ വാരി വാരി ഇടുമ്പോ ഇവരാവട്ടെ ഫീ അമദിൻ, നീളമുള്ള ഒരു കുഴലിന്റെ അകത്താ. മുമദ്ദദ, നല്ല നീളമുള്ള കുഴലിന്റെ അകത്താ ഇവര്. അതിന്റെ മുകളിലൂടെ ഇങ്ങനെ തീ ഇങ്ങനെ കോരി കോരി ഇടുമെന്ന് ഖുർആൻ. അതാണ് മൂന്നാമത്തെ നരകം ഹുത്തമ. നാലാമത്തെ നരകം സഈർ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ സഈറിനെ കുറിച്ച്. വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ളിആഫൻ ഖാഫൂ അലൈഹിം ഫല്യത്തഖുല്ലാഹ വൽയഖൂലൂ ഖൗലൻ സദീദാ ഇന്നൽ ലദീന യഅകുലൂന അംവാലൽ യതാമാ ളുൽമാ إنما يأكلون في بطونهم نارا وسيصلون سعيرا. യത്തീമിന്റെ മുതൽ നിന്നവൻ പോകുന്നത് സഈറില. അല്ലാഹു കാക്കട്ടെ. അനധികൃതമായി സമ്പത്ത് കട്ട് തിന്നുന്നവൻ പോകേണ്ടത് സഈറില. സൂറത്തുൻ നിസാ. സഈർ എന്ന നരകം ഞാൻ വിശദീകരിക്കുന്നില്ല. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور. വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവൻ പോകുന്നത് എളുപ്പത്തിലുള്ള ഹിസാബോടുകൂടെ തന്റെ കുടുംബം അവിടെ സ്വർഗത്തിൽ കാത്തു നിൽക്കാ. അവരുടെ അടുക്കലേക്ക് ഓടി വരുമെന്ന് ഖുർആൻ. തന്റെ കുടുംബം അവിടെ കാത്തു നിൽക്കാ.
ഭാര്യ കുറച്ച് കൂടുതൽ ഇബാദത്തുള്ളവളാ, അവൾ നേരത്തെ പോയി, അവൾ അവിടെ കാത്തിരിക്ക ഇവര് വരാൻ വേണ്ടി. ഭർത്താവിന്റെ ഹിസാബ് എളുപ്പമായി. റിസൾട്ട് കിട്ടിയേ ഒരുമിച്ചാ രണ്ടുപേരും പരീക്ഷ എഴുതിയത്. ഭാര്യക്ക് ആദ്യം റിസൾട്ട് വന്നു, നേരത്തെ പോയി. അവൾ അവിടെ കാത്തു നിൽക്കാ. ആ കാത്തു നിൽക്കുന്നവളെ പറ്റിയ മയ്യത്ത് നിസ്കാരത്തിൽ പറഞ്ഞത് അവിടെ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവളാവണം ഈ മയ്യത്ത്. ഭർത്താവിന് വേണ്ടി ഭാര്യ കാത്തു നിൽക്കുന്ന പോലെ എനിക്ക് വേണ്ടി എന്റെ ഭർത്താവ് കാത്തു നിൽക്കണേ അല്ലാ. അങ്ങനെ ഒരു കുടുംബമാ സ്വർഗം. ഹും വസ്വാജുഹും ഫീ മിലാലിൻ അലൽ റായികി മുത്തഖിഊൻ. സാരിക്കട്ടിലിൽ ഒരുമിച്ചായിരിക്ക. സിംഗിൾ ബെഞ്ച് അവിടെയില്ല, രണ്ടുപേർക്ക് ഇരിക്കാവുന്നതേ ഉള്ളൂ. വമാ ഫിൽ ജന്നത്തി അഇസബ് സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി. കൂടെ ജീവിക്കാൻ ഒരു ഇണയില്ലാത്തവർ സ്വർഗത്തിൽ ഇല്ല. നല്ല ഭാര്യയാണെങ്കിൽ ഒരാളിപ്പോ വെള്ളത്തിൽ മുങ്ങി നീന്താൻ നന്നായിട്ട് അറിയാവുന്ന ആളും വെള്ളത്തിൽ മുങ്ങണ ആളെ പിടിച്ച് കേറ്റാൻ കെൽപ്പുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും. അതുകൊണ്ട് ആ തിപ്പറ്റ ഉസ്താദിന്റെ ഭാര്യ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യണേ. എന്താ ദുആരക്കേണ്ടത്? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് മരിക്കണം, അതാണ് ദുആ. ഉസ്താദിന്റെ ഭാര്യ ആദ്യം പോയി ചോദിച്ചു, എന്താ പെണ്ണെ അങ്ങനെ ദുആരക്കേണ്ടത്? നിങ്ങളുടെ ദുആ എനിക്ക് കിട്ടൂലോ. നിങ്ങളുടെ ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയുന്ന ദുആ ഉണ്ടല്ലോ, എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവളാവണം ഇവൾ എന്ന ഒരു ദുആ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യുമല്ലോ, അതെനിക്ക് കിട്ടിയാൽ അത് പോരെ എന്ന് പറയാൻ ചിന്തിച്ചവരവരൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലേക്ക് അവൻ മടങ്ങും, അവന്റെ കുടുംബം അവിടെ കാത്തു നിൽക്കുന്നു. എന്തോ ഒരു സന്തോഷം, സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് അവൻ ഓടുകയാ. എവിടെയാ അവന്റെ കുടുംബം? സ്വർഗത്തിലേക്ക് പോവാൻ കാത്തു നിൽക്കാൻ നെഞ്ചുടിപ്പോടുകൂടെ പ്രിയപ്പെട്ട ഭർത്താവിന് അതാ കൊടുക്കുന്ന കിതാബ് വലത്തെ കയ്യിലാണല്ലോ അല്ലാ, അത് മുന്നിലൂടെയാണല്ലോ അല്ലാ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി. യമീനി എവിടെ? ഫസൗഫ യുഹാസബ് ഹിസാബൻ യസീറാ. അവന്റെ ഹിസാബ് വേഗമാ. എത്രയാ വേഗം നബിയേ? ഈ ഹിസാബ് വേഗമായാൽ എത്ര നബിയേ? ഈ ഹിസാബ് വൈകിയാൽ എത്ര? 50,000 കൊല്ലം കാത്തു നിൽക്കുന്ന പോലെ. ഇത് വേഗമായാൽ എങ്ങനെ നബിയേ? ആപേക്ഷിക സിദ്ധാന്തമൊക്കെ അവിടെ ഇരിക്കട്ടെ. സമയത്തെക്കുറിച്ച് പറയാൻ ഐൻസ്റ്റീനിനോട് അദ്ദേഹത്തിന്റെ പുത്രൻ ചോദിച്ചല്ലോ ആപേക്ഷിക സിദ്ധാന്തത്തെ കുറിച്ച്, അല്ലെങ്കിൽ സമയത്തെ കണക്കാക്കുമ്പോൾ അതിന്റെ വേഗതയെ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ നിർണയത്തെ കുറിച്ച് ചോദിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, സമയത്ത് നിർണയിക്കാൻ 2 രീതിയിൽ കഴിയും മോനെ. നീ നിന്റെ ലവറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ കാമുകിയോട് സംസാരിക്കുന്ന നേരം പോയതറിഞ്ഞില്ല എന്ന് നീ പറയൂ. എന്നാൽ ചുട്ടുപഴുത്ത ചീനച്ചട്ടിയുടെ അകത്തേക്ക് നിന്റെ വലത്തെ കയ്യിന്റെ തള്ളവിരലൊന്ന് വർത്തിപ്പിടിച്ചാൽ 1 സെക്കൻഡ് നീ ഒരു നരകയാതന പോലെ, ഒരു കൊല്ലത്തെ വേദന പോലെ വേഗം ആ വേദനയെ എത്ര വലിയ അസഹ്യമായ രീതിയിൽ കുറഞ്ഞതേ അനുഭവിച്ചു. പക്ഷേ നീ ആ നേരം കഴിച്ചു കൂട്ടാൻ പെട്ട പാടെത്രയാ. 1 സെക്കൻഡ് ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കഴിച്ചു കൂട്ടാൻ പെട്ട പാട്. അപേക്ഷികം ബുദ്ധിയായി. ഇവിടെ അപേക്ഷിക 50,000 കൊല്ല ക്ലേശകരമായ ഹിസാബ്. 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം വേണ്ടി ഒരു ഹിസാബ യസീറ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലാ മുഹമ്മദ്. നീ കേട്ടോളൂ. വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ വഖരിഹി. പിന്നിലൂടെ ആ കിതാബ് വന്നത് തോണ്ടി വിളിച്ചു. സ്വാഭാവികമായും പിന്നിലൂടെ വന്നപ്പോ തോണ്ടി തിരിഞ്ഞത് ഇടത്തേക്കായി പോയി. ആ സമയത്ത് അവന്റെ ഇടത്തെ കയ്യിലാ കിതാബ് കൊടുത്തത്. ഇടത്തെ കയ്യിൽ കിട്ടിയപ്പോ തന്നെ അവൻ പറഞ്ഞു, നാശം നാശം, ഓ എന്റെ കാര്യം കഷ്ടമാ, എന്റെ കാര്യം കഷ്ടമാ.
ഈ ഹിസാബിന്റെ റിസൾട്ട് നമുക്ക് എത്രയാണ് എന്ന് തോന്നണമെങ്കിൽ RCCയിലേക്ക് റിസൾട്ടിന് വേണ്ടി അയച്ചത് അതിന് കാത്തിരിക്കുന്ന ആളുടെ നെഞ്ചുടിപ്പ് ഒന്ന് കേട്ടാൽ മതിയേ. അതല്ലല്ലോ RCCയിൽ നിന്നും വരുന്നതായ റിസൾട്ട് അല്ലല്ലോ, ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും 14 ദിവസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞ റിസൾട്ട് അല്ലല്ലോ. ഇടത്തെ കയ്യിലാണോ അല്ലാഹ് ഞാനൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞതെങ്ങാനും എന്റെ തിന്മയെക്കാളും ഒന്ന് കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഇരുന്നു ആരെങ്കിലും ഒരു ഹദിയയായി ഒരു സുബ്ഹാനല്ലാഹ് എനിക്ക് തരോന്നറിയാൻ ഈ മശ്റയിൽ എന്റെ കുടുംബം എന്നെ കഴിഞ്ഞു കൈയൊഴിഞ്ഞതാ. അങ്ങനെ ഒരു കൊടുക്കുന്ന സിസ്റ്റം അവിടെ ഇല്ലെങ്കിൽ പോലും ഞാനൊന്ന് ഇറക്കാൻ നിന്നു. കാരണം കയ്യിലുള്ളത് തുച്ഛമാ. ഈ പണം കൊണ്ട്, ഈ കാശ് കൊണ്ട് ബസ് കാശ് തികയൂല. പലരും ചിലപ്പോഴൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, പോക്കറ്റ് അടിച്ചു പോയി ഉസ്താദ്, പേഴ്സ് നഷ്ടപ്പെട്ടു പോയി, ലോഹറിന്റെ ജമാഅത്തിന് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ഇടക്ക് ഒന്ന് യാത്രക്ക് നഷ്ടപ്പെട്ട യാത്രയുടെ ഇടയിൽ ഒന്നിവിടെ ഇറങ്ങിയതാ, നഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് എന്റെ കയ്യിലുള്ളത് കൊണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് എത്തൂല, എന്തെങ്കിലും ഒന്ന് തന്നാൽ ഗൂഗിൾ പേ ചെയ്യാം എന്നവരാരും അങ്ങനെ ഗൂഗിൾ പേ തിരിച്ച് ചെയ്തതും ഓർമ്മയില്ല. എന്ത് ചെയ്യാറുണ്ട് മുസാഫിരികളൊക്കെ ഇടക്ക്. നല്ലൊരാൾ വന്നു, ബൈക്ക് കേടായിട്ട്, ഭാര്യയും ഭർത്താവും കൂടിയിട്ടാ വന്നത്. ബൈക്ക് കേടായിട്ട് വന്നു. എന്തേ? ബൈക്ക് ഇപ്പൊ തൽക്കാലം കൊടുങ്ങല്ലൂർ വെച്ചിട്ട് പോവാണ്, പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇവിടുന്ന് പോകണം, അതിനുള്ള പൈസ വേണം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ചെയ്തു കൊടുത്തു. ഇൻഷാ അല്ലാഹ് ഗൂഗിൾ പേ ചെയ്യാന്നൊക്കെ പറഞ്ഞു പോയി. എനിക്കാണെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ പോയി പോക്ക് അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഞാനത് പൊരുത്തപ്പെട്ടു, സ്വതൊക്കെ അങ്ങ് പോട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഉണ്ടല്ലോ, തികയാതെ വരുമ്പോ ഈ കാണുന്ന അമല കൊണ്ടൊന്നും അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ മോനോടും മരുമോനോടും മരുമോളോടും മക്കളോടും വാപ്പാനോടും ഉമ്മാനോടും ഒക്കെ ചോദിച്ചു, ആരും തരാനില്ല. അപ്പൊ ഉള്ളിലൊരു നെഞ്ചിടിപ്പുണ്ട്, പഠിച്ചവന്റെ റിസൾട്ട് എന്താണെന്നറിയില്ല. ഒരു സുബ്ഹാനല്ലാഹ് കൂടുതലുണ്ടെങ്കിൽ അടുത്ത വശത്തേക്ക് പുറംഭാഗം വഴി കിതാബ് വരൂല. അങ്ങനെ വന്നു പോയാൽ വന്ന ഉടനെ വിളിക്കും, സുബൂറ സുബൂറ, കഷ്ടം കഷ്ടം, എന്റെ കാര്യം പോക്ക. ഞാൻ പോകേണ്ടത് സഈറില, ഞാൻ പോകേണ്ടത് സഈറില. ഇന്നഹു കാന ഫീ അഖ്ലിഹി മസ്റൂറ ഇന്നഹു ളന്ന അല്ല യഹൂർ. സഈറിൽ പോകുന്നവൻ കുടുംബത്തിലെ മതിമറന്ന് സന്തോഷിച്ചവനാ. അവൻ ഒരുപാട് പ്രാവശ്യം അവസരങ്ങൾ ഉണ്ടായി മരിക്കൂ എന്നുള്ള തോന്നലുണ്ടാവാൻ, ആ തോന്നൽ തന്നെ ഉണ്ടാവാത്തവനാ. 5ാമത്തെ നരകം സഖർ. നമ്മൾ ഒരു പ്രാവശ്യം അതേ കുറിച്ച് പറഞ്ഞതാ. സഖർ 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 എന്ന് പറഞ്ഞാൽ ഒരു വലിയ കിടങ്ങാണ്. സഖർ എന്ന് പറഞ്ഞാൽ കിടങ്ങാണ്. ഖുർആൻ പറഞ്ഞു, ആരാ സഖറിൽ പോകുന്നത്? ഖുർആനിനെ തള്ളിപ്പറഞ്ഞവൻ. സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽബശർ അലൈഹാ 19. നബിയേ, സഖർ എന്ന് പറഞ്ഞാൽ അറിയുമോ? സഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ തുബ്ഖി വലാ തദർ, ആ സഖറിലേക്ക് ചെല്ലുന്ന ആളെ സഖർ പരിപൂർണമായി കരിച്ചു കളയും. ഒരംശം പോലും ബാക്കിയില്ലാതെ പെട്ടെന്ന് തന്നെ അവൻ അവിടെ സൃഷ്ടിക്കപ്പെടും. കേട്ടോളൂ, ഖുർആൻ പറയാ ലവാഹത്തുൽ ലിൽബശർ, ആ മനുഷ്യന്റെ തൊലിയെ അത് കരിച്ചു കളയുമത്രേ. നരകത്തിൽ പോകുന്ന മയ്യത്തിന്റെ മനുഷ്യന്റെ തൊലിയുടെ കട്ടി 42 മുഴമാ. ഖാല റസൂലുള്ളാഹി. ഒരു ശവം പൊങ്ങിയെന്ന് പറയുന്ന ജലാശയത്തിന്റെ തീരത്തെടുത്ത ശവത്തിന്റെ വീർത്ത് പൊങ്ങിയ ശരീരം അങ്ങനുണ്ട്. 3ന്റെ അന്ന് വീർക്കും. എത്ര കട്ടിയായിരിക്കും ആ ശരീരത്തിന്, അല്ലാഹു കാക്കട്ടെ. നരകത്തിലേക്ക് പോകുമ്പോൾ തന്നെ തൊലിയുടെ കട്ടി 42 മുഴമാ. പല്ലിന് പർവ്വതത്തിന്റെ ബലമാ. ഈ കാണുന്ന 1 ഇഞ്ച് പോലുമില്ലാത്ത, സെന്റിമീറ്റർ പോലും കട്ടിയില്ലാത്ത ഈ തൊലി ഒന്ന് കരിഞ്ഞാൽ അത്രയും കൊണ്ട് വേഗം തീരും. പക്ഷേ അത് 42 മുഴത്തിലേക്ക് അട്ടിയട്ടിയായി വന്നാൽ അത് മുഴുവനും കരിയുന്നത് അനുഭവിച്ചേ പറ്റൂ. പരിശുദ്ധ ഖുർആൻ. അതാണ് സഖർ. സഖർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അല്ലാഹു കാക്കട്ടെ. ഈ സഖറിലേക്ക് പോകുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ലം നകു മിനൽ മുസല്ലീൻ. വാങ്ക് വിളിച്ചപ്പോ നിസ്കരിച്ചില്ല അവര്. അതിനെ പിന്നെ എന്ന് പറഞ്ഞ് പിന്തിപ്പിച്ചു. പാവപ്പെട്ടവന് ഭക്ഷണവും കൊടുത്തില്ല. ആളുകളുടെ അയ്ബ് തേടി നടന്നു. അതുപോലെ തന്നെ മരിച്ചു പോകുമെന്ന ചിന്ത ഉണ്ടായില്ല. ഹത്താ അതാനൽ യഖീൻ. ആറാമത്തെ നരകം ജഹീമാണ്. ജഹീം കേട്ടോ. വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ ഫഅമ്മാ മൻ തഗാ വആഥറൽ ഹയാത്തദ് ദുനിയാ. ജഹീം എന്ന നരകം ആറാമത്തെ തട്ട് താഴേക്കാ വരുന്നത്. ആറാമത്തെ കിടങ്ങ് കുഴി ജഹീമാ. ജഹീം കണ്ടാൽ മനുഷ്യൻ വിറയ്ക്കും. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ. അല്ലാഹു അഭയം തരട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഏഴാമത്തെ നരകത്തിന്റെ ഭാഗം അത് ഹാവിയ. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ. ഹാവിയ എന്ന് പറഞ്ഞാൽ മീസാൻ എന്ന തുലാസിൽ തൂക്കുമ്പോഴാ ഹാവിയക്കാരെ അറിയാൻ പറ്റാം. ചെയ്ത അമലുകൾ കനമില്ലാതെ മുകളിലേക്ക് തട്ടിങ്ങനെ പൊങ്ങലോടുകൂടെ ഹാവിയക്കാരെ മാറ്റും. ഫഉമ്മുഹു ഹാവിയ. അവൻ പോകേണ്ടത് ഹാവിയയിലേക്കാ. തട്ട് പൊങ്ങുമ്പോ വമാ അദ്റാക മാ ഹിയ. അതെന്താണെന്നറിയുമോ നബിയെ? നാറുൻ ഹാമിയ. മനുഷ്യനെ കരിക്കുന്ന നരകമാ. മനുഷ്യനെ കരിക്കുന്ന നരകം. മനുഷ്യനെ കരിക്കും. വെള്ളം തിളക്കാൻ 100 ഡിഗ്രി മതി, എന്നാലും സഹിക്കൂല നമ്മൾ തിളച്ച വെള്ളം. പാലിനത് പോരാ. അലൂമിനിയം കത്തണമെങ്കിൽ 600 ഡിഗ്രി. കാസ്ട്രോൺ കത്തണമെങ്കിൽ 1200. ചില കാസ്ട്രോൺ ചില ക്വാളിറ്റി കൂടിയത് 1400 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റീൽ കത്താൻ 1400 മുതൽ കത്തിത്തുടങ്ങും 1600 ഡിഗ്രി. അതുപോലെ തന്നെ SS സ്റ്റീൽ കത്താൻ 2000 ഡിഗ്രി മുതൽ 2200 ഡിഗ്രി. മണ്ണ് കത്തൂല. മണ്ണ് 5000 ഡിഗ്രിയിൽ കയറണം. എന്നാൽ മണ്ണും കല്ലും കരിഞ്ഞു പോകുന്ന, ഒലിച്ചു പോകുന്ന, ഉരുകിപ്പോകുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ തീയിനെക്കാളും 70 ഇരട്ടിയില നരകത്തിന്റെ തീ. നബി മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കുന്ന ആളുകളുണ്ട്. നരകമൊഴിവാക്കി സ്വർഗത്തിലേക്ക് പറക്കുന്നവരുണ്ട്. ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിച്ചവരാ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കാ എന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ കബൂലാക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്ക് അല്ലാഹ്. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്. ഇൽമിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. അമലിനുള്ള തൗഫീഖ് നൽകുക അല്ലാഹ്. കടബാധ്യതകൾ വീട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. 2.5 കോടി രൂപയോളം അദ്ദേഹത്തിന്റെ സർവകാല അധ്വാനം ഒരാളിൽ പെട്ടുകിടക്കാ. പെട്ടെന്നത് തിരിച്ചു കിട്ടണം. ഒരുപാട് ആവശ്യങ്ങളുള്ളതാ ഉസ്താദേ. അല്ലാഹുവേ, ആ സഹോദരൻ നിറകണ്ണുകളോടുകൂടി അദ്ദേഹത്തിന്റെ ആയുഷ്കാല സമ്പാദ്യം പെട്ടുപോയതിൽ ഖേദിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് ദുആരക്കാൻ പറഞ്ഞു. നിറവേറ്റണേ അല്ലാഹ്. അത് കൊടുക്കേണ്ടവരിൽ കൊടുക്കാനുള്ള തൗഫീഖും സാഹചര്യവും അതിനുള്ള ആസ്തിയും വരുമാനവും നൽകി സന്മനസ്സോടെ തൃപ്തിയോടെ വൈകല്ല അല്ലാഹ്. അല്ലാഹുവേ, ആസ്റ്റർ മെഡിസിറ്റിയിൽ ട്രീറ്റ്മെന്റിലുള്ള ഒരുപാട് പേർക്ക് വേണ്ടി ദുആരക്കാൻ. പടച്ചറബ്ബേ, ലിസി ഹോസ്പിറ്റലിൽ, AR ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് ദുആരക്കാൻ. ശിഫാ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നമ്മുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകുക അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കുക അല്ലാഹ്. അല്ലാഹുവേ, ആഖിബത്ത് നന്നാക്കുക അല്ലാഹ്. നിന്റെ നരകത്തിൽ നിന്നും ഞങ്ങൾക്ക് അഭയം നൽകണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.